ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നാച്ചുറൽ സയൻസ് അക്കാദമി. ഇന്ന് നമ്മൾ നോക്കുന്നത് മോക്ക് ടെസ്റ്റ് ആണ്. നമ്മുടെ 12ാമത്തെ എക്സാമാണ് ഇത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ന്യൂ ഓർഗാനിക് മാറ്റർ ബൈ കൺസ്യൂമേഴ്സ് ഈസ് നോൺ ആസ്. കൺസ്യൂമർ ലെവലിൽ നിന്നും ഉണ്ടാകുന്ന ഓർഗാനിക് മാറ്ററിൻ്റെ ആ ഫോർമേഷന് പറയുന്ന പേര് എന്താണ്? ഓപ്ഷൻ എ സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി, ബി പ്രൈമറി പ്രൊഡക്ടിവിറ്റി, സി നൺ ഓഫ് ദീസ്, ഡി NBP അല്ലെങ്കിൽ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. കൺസ്യൂമർ ലെവലിൽ നിന്നും ഉണ്ടാകുന്ന ഓർഗാനിക് മാറ്ററിൻ്റെ ഫോർമേഷന് പറയുന്ന പേരാണ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നതാണ് കൺസ്യൂമേഴ്സ് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റിയുടെ പേരാണ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. ഇനി പ്രൈമറി ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ്, അതായത് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്നറിയപ്പെടുന്ന ഗ്രീൻ പ്ലാന്റ്സിൻ്റെ പ്രൊഡക്ടിവിറ്റിക്ക് പറയുന്നതാണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മളിതിൽ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ടുള്ളത് സെലക്ട് ചെയ്യാനാണ്. ഓപ്ഷൻ എ, NBP is equal to GPP minus R. B, GPP is equal to NBP minus R. C, NBP is equal to GPP plus R. D, GPP is equal to NBP plus R. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. NBP ഈസ് ഈക്വൽ ടു GPP മൈനസ് R. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. NBP എന്നും GPP എന്നും അറിയപ്പെടുന്നത് നമ്മുടെ പ്രൈമറി പ്രൊഡക്ടിവിറ്റിയുടെ 2 ടൈപ്സ് ആണ്. പ്രൈമറി പ്രൊഡക്ടിവിറ്റിയെ നമ്മൾ 2ആയിട്ട് പറയുന്നുണ്ട്. അവയാണ് NBP എന്നും GPP എന്നും അറിയപ്പെടുന്നത്. ഈ NBP അതിൽ പ്രൈമറി പ്രൊഡക്ടിവിറ്റി നമ്മൾ 2ആയിട്ട് പറയുന്നു. അതാണ് NBP എന്നും GPP എന്നും അറിയപ്പെടുന്നത്. അതിൽ ടോട്ടൽ ഉള്ള പ്രൊഡക്ടിവിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് GPP എന്ന്. ടോട്ടൽ പ്രൊഡക്ടിവിറ്റിയെ നമ്മൾ GPP എന്നാണ് പറയുന്നത്. ഈ GPP, അതായത് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, ഈ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി നടന്നിട്ട് ഒരു ബയോമാസ് അല്ലെങ്കിൽ അവിടെ ഒരു ആ പ്രൊഡക്ടിവിറ്റിയുടെ റിസൾട്ടായിട്ട് കിട്ടുന്നു. അതിൽ നിന്നും അങ്ങനെ ഉണ്ടാകുന്ന എനർജിയിൽ നിന്നും ഒരു ചെറിയ പെർസെൻറ്റേജിനെ അവിടെയുള്ള പ്ലാന്റ്സ് അവരുടെ റെസ്പിറേഷന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പം ഈ റെസ്പിറേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മളിവിടെ R എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം GPP ആണ് ടോട്ടൽ ഉണ്ടാകുന്ന പ്രൊഡക്ടിവിറ്റി. അതിൽ നിന്നും റെസ്പിറേഷന് വേണ്ടി കുറച്ച് ഉപയോഗിക്കുന്നു. അങ്ങനെ ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ളതിനെയാണ് നമ്മൾ NBP എന്ന് വിളിക്കുന്നത്, അതായത് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. അപ്പം GPPയിൽ നിന്നും റെസ്പിറേഷന് വേണ്ടി ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ളതിനെയാണ് നമ്മൾ NBP എന്ന് വിളിക്കുന്നത്. അതാണ് NBP ഈസ് ഈക്വൽ ടു GPP മൈനസ് R എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ GPPയിൽ നിന്നും റെസ്പിറേഷന് വേണ്ടി ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ളത് അതാണ് NBP എന്നറിയപ്പെടുന്നത്. ഈ NBP ആണ് കൺസ്യൂമർ ലെവലിലുള്ളവർക്ക് കിട്ടുന്നത്. അതായത് കൺസ്യൂമേഴ്സിനൊക്കെ അവരുടെ ശാരീരിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ആവശ്യമായിട്ട് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് ഈ NBP ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ അവൈലബിൾ ബയോമാസ് ഫോർ ദ കൺസപ്ഷൻ ടു ഹെറ്ററോട്രോപ്സ്. ദ അവൈലബിൾ ബയോമാസ് ഫോർ ദ കൺസപ്ഷൻ ടു ഹെറ്ററോട്രോപ്സ്. ഹെറ്ററോട്രോപ്സിന് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്ന ബയോമാസിന് വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ NBP, ബി GPP, സി സ്റ്റാൻഡിംഗ് ക്രോപ്സ്, ഡി നൺ ഓഫ് ദീസ്. ഹെറ്ററോട്രോപ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഓർഗാനിസങ്ങൾക്ക് അവരുടെ ലൈഫ് ആക്ടിവിറ്റീസിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്ന ബയോമാസ് എന്ന് പറയുന്നത് NBP ആണ്. നമ്മൾ പറഞ്ഞു ഒരു എക്കോസിസ്റ്റത്തിൽ പ്രൈമറി പ്രൊഡക്ഷൻ നടന്നിട്ട് ആദ്യം ഉണ്ടാകുന്ന ടോട്ടൽ ബയോമാസിനെ നമ്മൾ GPP എന്ന് വിളിക്കുന്നു. ഈ GPPയിൽ നിന്നും അവർ കുറച്ച് അവിടെയുള്ള ഗ്രീൻ പ്ലാന്റ്സ് അവരുടെ റെസ്പിറേഷന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇങ്ങനെ റെസ്പിറേഷന് വേണ്ടി ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ളതിനെയാണ് നമ്മൾ NBP എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന ബാക്കി, അതായത് ഈ NBP ആണ് ഹെറ്ററോട്രോപിക് ലെവലിലുള്ളവർക്ക് അവരുടെ
എന്താണ് ശാരീരിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള എനർജി അല്ലെങ്കിൽ ബയോമാസ് ആയിട്ട് അവർക്ക് കിട്ടുന്നത്. 4th ക്വസ്റ്റ്യൻ, ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ NBP ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇതിൽ GPPയിൽ നിന്നും 6 മൈനസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ NBP എന്ന് വിളിക്കുന്നത്. കറക്റ്റ് ആൻസർ NBP ആണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ, ദ ബ്രേക്ക് ഡൗൺ ഓഫ് കോംപ്ലക്സ് ഓർഗാനിക് മാറ്റർ ഇൻറ്റു സിംപ്ലർ ഫോംസ് ഈസ്. കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് മെറ്റീരിയൽസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സിംപ്ലർ ഫോംസ് ആക്കി മാറ്റുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ഡീകമ്പോസിഷൻ, ബി പ്രൊഡക്ടിവിറ്റി, സി മിനറലൈസേഷൻ, ഡി ഫ്രാഗ്മെൻറ്റേഷൻ. കോംപ്ലക്സ് ഓർഗാനിക് മെറ്റീരിയൽസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സിംപ്ലർ ഫോംസ് ആക്കി മാറ്റുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ഓപ്ഷൻ എ ഡീകമ്പോസിഷൻ. ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ ജീർണനം അല്ലെങ്കിൽ വിഘടനം എന്ന് പറയുന്നതാണ് വലിയ, അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് മെറ്റീരിയൽസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സിംപ്ലർ ഫോംസ് ആക്കി മാറ്റുന്നത്. ഇനി പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു എക്കോസിസ്റ്റത്തിലുള്ള ഉൽപാദനക്ഷമതയാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് അവിടെ നടക്കുന്ന ബ്രേക്ക് ഡൗൺ പ്രോസസ്സാണ് ഡീകമ്പോസിഷൻ. ഇനി മിനറലൈസേഷനും ഫ്രാഗ്മെൻറ്റേഷനും എന്ന് പറയുന്നത് ഈ ഡീകമ്പോസിഷൻ്റെ തന്നെ 2 സ്റ്റേജസ് ആണ്. ഡീകമ്പോസിഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പല സ്റ്റേജുകളിലായിട്ടാണ്. അതിൽ ആദ്യത്തെ സ്റ്റേജാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റേജിന് പറയുന്ന പേരാണ് മിനറലൈസേഷൻ എന്ന് പറയുന്നത്. 5th ക്വസ്റ്റ്യൻ, ബ്രേക്ക് ഡൗൺ ഓഫ് ഡെട്രിറ്റുവസ് ഇൻറ്റു സിംപ്ലർ ഫോംസ് ബൈ ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ എൻസൈംസ് കോൾഡ് ഡാഷ്. അതായത് ഡെട്രിറ്റുവസിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ഓഫ് ഡെട്രിറ്റുവസ് ഇൻറ്റു സിംപ്ലർ ഫോംസ് നമ്മൾ പറഞ്ഞു. നമ്മളിതിന് തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനകത്തിൽ എന്താണ് ഡീകമ്പോസിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡെട്രിറ്റുവസിനെ അതായത് മൃതാവശിഷ്ടങ്ങളെ സിംപ്ലർ ഫോംസ് ആയിട്ട് ബാക്ടീരിയയും ഫംഗസും അവരുടെ എൻസൈമിൻ്റെ സഹായത്തോടു കൂടി ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേര് എന്താണ്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി കാറ്റബോളിസം ആണ്. കാറ്റബോളിസം എന്ന് പറയുന്ന പ്രോസസ്സിലാണ് ബാക്ടീരിയയും അതുപോലെ ഫംഗസും അവരിലുള്ള എൻസൈംസ് അല്ലെങ്കിൽ രാസാഗ്നികളുടെ സഹായത്തോടു കൂടി മൃതാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് സിംപ്ലർ ഫോംസ് ആക്കി മാറ്റുന്നത്. ഇനി ഈ കാറ്റബോളിസം എന്ന് പറയുന്ന പ്രോസസ്സ് ശരിക്കും ഡീകമ്പോസിഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലുള്ള ഒരു സ്റ്റേജാണ്. ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ ജീർണനം അല്ലെങ്കിൽ വിഘടനം എന്ന് പറയുന്ന പ്രോസസ്സ് ഒരുപാട് സ്റ്റേജസ് വഴിയാണ് നടക്കുന്നത്, കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റേജാണ് ഫ്രാഗ്മെൻറ്റേഷൻ, രണ്ടാമത്തത് ലീച്ചിങ്, പിന്നീട് കാറ്റബോളിസം, പിന്നീട് ഹ്യൂമിഫിക്കേഷൻ, ലാസ്റ്റിൽ മിനറലൈസേഷൻ. അപ്പം നമ്മൾ ഈ 4 ഓപ്ഷൻസിൽ പറഞ്ഞിരിക്കുന്ന ഈ 4 ഓപ്ഷൻസും ഡീകമ്പോസിഷൻ്റെ 4 സ്റ്റേജസ് ആണ്. ആദ്യത്തെ സ്റ്റേജാണ് ഫ്രാഗ്മെൻറ്റേഷൻ. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ഓർഗാനിക് മെറ്റീരിയൽസിനെ സിംപ്ലർ ഫോമായിട്ട് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അതായത് കോംപ്ലക്സ് ഫോമിനെ നമ്മൾ ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റുകളാക്കി വിഘടിപ്പിക്കുന്നു. അതാണ് ഫ്രാഗ്മെൻറ്റേഷൻ. അതിനുശേഷമുള്ളതാണ് ലീച്ചിങ്. ലീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രാഗ്മെൻറ്റേഷൻ നടന്നു വന്ന ആ പ്രോഡക്റ്റിൽ ചിലതൊക്കെ വെള്ളത്തിൽ ലയിച്ച് ചേരുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ ജലത്തിൽ ലയിച്ച് ചേരാൻ കഴിവുള്ളവർ ഈ ജലത്തിൽ ലയിച്ച് ചേർന്നതിന് ശേഷം മണ്ണിൻ്റെ അടിയിലേക്ക് പോകുന്നു. വെള്ളത്തിലൂടെ മണ്ണിൻ്റെ അടിയിലേക്ക് പോകുന്ന പ്രോസസ്സാണ് ലീച്ചിങ് എന്ന് പറയപ്പെടുന്നത്. അതിനുശേഷമുള്ളതാണ് കാറ്റബോളിസം. അതായത് ഈ ഫ്രാഗ്മെൻറ്റേഷൻ നടന്നു വന്ന പ്രോഡക്റ്റിൽ തന്നെ ചിലതിനെ ബാക്ടീരിയയും ഫംഗസും അവരിലുള്ള എൻസൈംസിൻ്റെ സഹായത്തോടു കൂടി ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സിംപ്ലർ ഫോംസ് ആക്കി മാറ്റുന്നു. ഈ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് കാറ്റബോളിസം. പിന്നീട് ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്തു വന്ന പ്രോഡക്റ്റ്
ഹൈലി ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒരു സോയിൽ ലൈക്ക് സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്നു. ഇതിന് പറയുന്നതാണ് ഹ്യൂമിഫിക്കേഷൻ. ഇനി ലാസ്റ്റ് ഇവർ മിനറൽസ് ആയി മാറുന്ന ലാസ്റ്റ് സ്റ്റേജിനെയാണ് നമ്മൾ മിനറലൈസേഷൻ എന്നും വിളിക്കുന്നത്. അപ്പം ഈ 4 ഓപ്ഷൻസിലുള്ളതും നമ്മുടെ ഡീകമ്പോസിഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ പല സ്റ്റേജസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻ എ, ഡീകമ്പോസിഷൻ ഈസ് ആൻ ഓക്സിജൻ റിക്വയറിംഗ് പ്രോസസ്സ്. ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് ഓക്സിജൻ ആവശ്യമുള്ള ഒരു പ്രോസസ്സാണ് എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഹൈ ടെമ്പറേച്ചർ ഫേവർ ഡീകമ്പോസിഷൻ. ചൂട് കൂടിയ സാഹചര്യത്തിലാണ് ഡീകമ്പോസിഷൻ നന്നായി നടക്കുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ, മോയിസ്റ്റ് എൻവയോൺമെൻറ്റ് ഫേവർ ഡീകമ്പോസിഷൻ. ജലാംശം കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ ജലാംശം ഉള്ള എൻവയോൺമെൻറ്റും ഡീകമ്പോസിഷനെ സഹായിക്കുന്നുണ്ട്. ഫോർത്ത് ഓപ്ഷൻ, ഓൾ ഓഫ് ദി എബോവ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ 4 സ്റ്റേറ്റ്മെൻറ്റിൽ കറക്റ്റായിട്ടുള്ളത് സെലക്ട് ചെയ്യാനാണ്. ഇതിൽ ആൻസർ വരുന്നത് ലാസ്റ്റ് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ. അപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഡീകമ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ട 3 സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഡീകമ്പോസിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണമെങ്കിൽ അവിടെ ഓക്സിജൻ ആവശ്യമാണ്. അനേറോബിക് കണ്ടീഷനിൽ ഡീകമ്പോസിഷൻ നന്നായിട്ട് നടക്കുന്നില്ല. ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്രോസസ്സ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ ഡീകമ്പോസിഷൻ എന്ന പ്രോസസ്സിനെ ഫേവർ ചെയ്യുന്ന 2 ഘടകങ്ങൾ അല്ലെങ്കിൽ 2 സാഹചര്യങ്ങളാണ് ഹൈ ടെമ്പറേച്ചറും മോയിസ്റ്റ് എൻവയോൺമെൻറ്റും. 7th ക്വസ്റ്റ്യൻ, ഇന്റർ കണക്റ്റഡ് മാട്രിക്സ് ഓഫ് ഡിഫറൻറ്റ് ഫുഡ് ചെയിൻസ്. പല ഭക്ഷ്യ ചങ്ങലകളുടെ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മാട്രിക്സിനെ വിളിക്കുന്ന പേര് എന്താണ്? ഓപ്ഷൻ എ, ഫുഡ് ചെയിൻ, ബി, ഫുഡ് വെബ്, സി, GFC, ഡി, DFC. ഇതിൻ്റെ ആൻസർ വരുന്നത് ഇന്റർ കണക്റ്റഡ് മാട്രിക്സ് ഓഫ് ഡിഫറൻറ്റ് ഫുഡ് ചെയിൻസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫുഡ് വെബ്. ഫുഡ് ചെയിൻ, പലതരത്തിലുള്ള ഫുഡ് ചെയിൻസുകൾ ഒരുമിച്ച് കൂടി കാണപ്പെടുന്ന ഇന്റർ കണക്റ്റഡ് ചെയിനിന് വിളിക്കുന്ന പേരാണ് ഫുഡ് വെബ് അല്ലെങ്കിൽ ഭക്ഷ്യ ശൃംഖല എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ഇനി GFC അല്ലെങ്കിൽ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്നും അതുപോലെ ഡെട്രിറ്റീവസ് ഫുഡ് ചെയിൻ എന്നും പറയുന്നത് 2 തരത്തിലുള്ള ഫുഡ് ചെയിൻസ് ആണ്. അപ്പം ഡെട്രിറ്റീവസിനെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഫുഡ് ചെയിൻ ആണെങ്കിൽ നമ്മൾ ഡെട്രിറ്റീവസ് ഫുഡ് ചെയിൻസ് എന്നും പറയുന്നു. എന്നാൽ നോർമലായിട്ട് സാധാരണ രീതിയിൽ കാണപ്പെടുന്ന ഫുഡ് ചെയിൻസ്, അതായത് ഗ്രീൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനെ കൊണ്ട് തുടങ്ങുന്ന ഫുഡ് ചെയിൻ ആണെങ്കിൽ നമ്മൾ അതിനെ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്നും വിളിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലയൺ ഈസ് പ്രസൻറ്റ് ഇൻ വിച്ച് ട്രോപ്പിക് ലെവൽ. നമ്മുടെ ലയൺ എന്ന് പറയുന്ന ഓർഗാനിസം ഏത് ട്രോപ്പിക് ലെവലിലാണ് വരുന്നതെന്ന്. നമ്മൾ ട്രോപ്പിക് ലെവലുകളെ പറ്റി ഒരു ക്ലാസ് എടുത്തിരുന്നു. ഇതിൽ പറയുന്നത് ഏറ്റവും ആദ്യത്തെ ട്രോപ്പിക് ലെവലിൽ വരുന്നവരാണ് പ്രൊഡ്യൂസേഴ്സ്. അതായത് ഗ്രീൻ പ്ലാന്റ്സ് ആണ് ഏറ്റവും ആദ്യത്തെ ട്രോപ്പിക് ലെവലിൽ വരുന്നത്. അവരെ നമ്മൾ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഗ്രീൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. ഇനി അതിന് തൊട്ട് മുന്നിലുള്ള ട്രോപ്പിക് ലെവലിനെ നമ്മൾ പ്രൈമറി കൺസ്യൂമർ എന്നാണ് വിളിക്കുന്നത്. അതായത് പ്രൊഡ്യൂസർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉള്ള ആളുകളെ ആഹാരത്തിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് പ്രൈമറി കൺസ്യൂമർ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെയും തൊട്ട് മുകളിലായിട്ട് കാണപ്പെടുന്ന ട്രോപ്പിക് ലെവലാണ് സെക്കൻഡറി കൺസ്യൂമർ എന്നറിയപ്പെടുന്നത്. സെക്കൻഡറി കൺസ്യൂമർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഓർഗാനിസങ്ങൾ അവരുടെ ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രൈമറി കൺസ്യൂമറിനെയാണ്. പ്രൈമറി കൺസ്യൂമറിനെ ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് സെക്കൻഡറി കൺസ്യൂമർ. ഇനി സെക്കൻഡറി കൺസ്യൂമറിനെയും ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾ വരുന്നതാണ് ടെർഷറി കൺസ്യൂമർ എന്ന് പറയുന്ന ലെവലിൽ. അപ്പം നമുക്ക് ചോദിച്ചിരിക്കുന്നത് ലയൺ എന്ന് പറയുന്നത് ഏത് ട്രോപ്പിക് ലെവലിലാണ് വരുന്നതെന്നാണ്. ലയൺ ഉൾപ്പെടുന്നത് ടെർഷറി കൺസ്യൂമർ എന്ന് പറയുന്ന ട്രോപ്പിക് ലെവലിലാണ്. അതായത് ഏറ്റവും ടോപ്പായിട്ടുള്ള കാർണിവോറുകൾ വരുന്ന ആ ഒരു
കാറ്റഗറി, ആ ഒരു ട്രോപ്പിക് ലെവലിലാണ് നമ്മുടെ ലയൺ ഉൾപ്പെടുന്നത്. അപ്പം കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ടെർഷറി കൺസ്യൂമേഴ്സിൽ വരുന്നതാണ് ലയൺ. 9th question, birds and fishes are present in which tropic level? പക്ഷികളും അതുപോലെ തന്നെ മത്സ്യങ്ങളും ഒക്കെ ഉൾപ്പെടുന്നത് ഏത് ട്രോപ്പിക് ലെവലിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഫസ്റ്റ് ട്രോപ്പിക് ലെവലിൽ വരുന്നവരാണ് പ്രൊഡ്യൂസർ, രണ്ടാമത്തതിൽ പ്രൈമറി കൺസ്യൂമർ വരുന്നു, അതുപോലെ മൂന്നാമത്തതിൽ സെക്കൻഡറി കൺസ്യൂമറും നാലാമത്തതിൽ ടെർഷറി കൺസ്യൂമറും വരും. അതിൽ പക്ഷികളും അതുപോലെ തന്നെ മത്സ്യങ്ങളും ഒക്കെ ഉൾപ്പെടുന്നത് സെക്കൻഡറി കൺസ്യൂമർ എന്ന് പറയുന്ന ട്രോപ്പിക തലത്തിലാണ്. സെക്കൻഡറി കൺസ്യൂമർ അല്ലെങ്കിൽ ദ്വിതീയ ഉപഭോക്താവ് എന്ന് പറയുന്ന ട്രോപ്പിക തലത്തിലാണ് പക്ഷികളും അതോടൊപ്പം തന്നെ മത്സ്യങ്ങളും ഒക്കെ വരുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സെക്കൻഡറി കൺസ്യൂമർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് വൺ. തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെൻറ്റുകളിൽ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ, പിരമിഡ് ഓഫ് നമ്പർ ഇൻ എ ട്രീ ഇൻവേർട്ടഡ്. ഒരു മരം അല്ലെങ്കിൽ ഒരു ട്രീയെ നമ്മൾ എക്കോസിസ്റ്റമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിലെ പിരമിഡ് ഓഫ് നമ്പർ എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ആണെന്നാണ് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് നോക്കാം ഇത് ശരിയാണോ തെറ്റാണോ എന്ന്. നമ്മളൊരു മരത്തിനെയാണ് എക്കോസിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ പിരമിഡ് ഓഫ് നമ്പർ, അതിനെ നമ്പറിൻ്റെ ബേസിസിലാണ് നമ്മൾ തിരിക്കുന്നതെങ്കിൽ ആദ്യത്തെ ലെവലിൽ വരുമ്പം ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ. അതായത് ആ ഒരു മരം മാത്രമാണ് ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത്. ഇനി സെക്കൻഡ് ട്രോപ്പിക് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ആ മരത്തിന് ഫുഡിന് വേണ്ടി ആശ്രയിക്കുന്ന പല ജീവികളും വരുന്നുണ്ട്. അതിൻ്റെയും മുകളിലത്തെ ട്രോപ്പിക് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ട്രോപ്പിക് ലെവലിൽ ഉൾപ്പെടുന്ന ജീവികളെ ഫുഡിന് വേണ്ടി ആശ്രയിക്കുന്ന മറ്റ് ജീവികൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു ട്രീയെയാണ് നമ്മൾ പിരമിഡ് ഓഫ് നമ്പർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നതെങ്കിൽ അതിൻ്റെ പിരമിഡ് ഓഫ് നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും ഇൻവേർട്ടഡ് ആയിരിക്കും. നോർമൽ കേസിൽ ഒരു പിരമിഡ് എന്നത് എക്കോളജിക്കൽ പിരമിഡ് എന്ന് പറയുന്നത് നോർമൽ കേസിൽ അപ്രൈറ്റ് ആയിട്ടാണ് കാണുന്നത്. ഇനി പിരമിഡ് ഓഫ് നമ്പർ ഒരു ട്രീയെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ അത് ഇൻവേർട്ടഡ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് കറക്റ്റാണ്. സെക്കൻഡ് ഓപ്ഷൻ, പിരമിഡ് ഓഫ് ബയോമാസ് ഇൻ സീ ഈസ് ഇൻവേർട്ടഡ്. അപ്പം നമ്മളൊരു സമുദ്രത്തിനെയാണ് ആവാസ വ്യവസ്ഥയായിട്ട് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിലുള്ള പിരമിഡ് ഓഫ് ബയോമാസ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്ന്. നമ്മളൊരു സമുദ്രത്തിനെ ആവാസ വ്യവസ്ഥയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തിലുള്ള പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ബയോമാസിൻ്റെ ലെവലിലാണ് നോക്കുന്നതെങ്കിൽ വളരെ കുറച്ച് ബയോമാസ് മാത്രമാണ് കാണുന്നത്, പ്രൊഡ്യൂസേഴ്സ്. ഇനി പ്രൈമറി കൺസ്യൂമറിനെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രൊഡ്യൂസറിനേക്കാളും ബയോമാസ് കൂടുതലായിരിക്കും. സെക്കൻഡറി കൺസ്യൂമറിനെയും ടെർഷറി കൺസ്യൂമറിനെയും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റും സെക്കൻഡും ട്രോപ്പിക് തലങ്ങളെ അപേക്ഷിച്ചിട്ട് ബയോമാസ് കൂടുതലായിരിക്കും. അപ്പം ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അതായത് പിരമിഡ് ഓഫ് ബയോമാസ് എന്ന് പറയുന്നത് ഒരു സമുദ്രത്തിലാണെങ്കിൽ അതും ഇൻവേർട്ടഡ് ആയിരിക്കും. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, പിരമിഡ് ഓഫ് എനർജി ഈസ് ഓൾവേസ് അപ്രൈറ്റ്. അത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. പിരമിഡ് ഓഫ് എനർജി എന്ന് പറയുന്നത് എപ്പോഴും അപ്രൈറ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതിൻ്റെ കാരണം ഫസ്റ്റ് ട്രോപ്പിക് ലെവലിൽ കിട്ടിയ മുഴുവൻ എനർജിയുടെ 10% മാത്രമാണ് സെക്കൻഡ് ട്രോപ്പിക് ലെവലിന് കിട്ടുന്നത്. അവർക്ക് കിട്ടിയതിൻ്റെയും 10%മാണ് തേർഡ് ട്രോപ്പിക് ലെവലിനും, അവർക്ക് കിട്ടിയതിൻ്റെയും 10%മാണ് നാലാമത്തെ ട്രോപ്പിക് ലെവലിന് ലഭിക്കുന്നത്. ഇങ്ങനെ 10% മാത്രമാണ് ഓരോ ട്രോപ്പിക തലങ്ങളിലേക്കും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും പിരമിഡ് ഓഫ് എനർജി എന്ന് പറയുന്നത് ഓൾവേസ് അപ്രൈറ്റ് ആയിരിക്കും. അതായത് മുകളിലേക്ക് പോകുന്തോറും ആ പിരമിഡിൻ്റെ ഷേപ്പ്, അതായത് അത് ചെറുതായി വരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ 10ാമത്തെ ക്വസ്റ്റ്യനകത്തിന് എല്ലാ ഓപ്ഷൻസും കറക്റ്റാണ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓൾ ഓഫ് ദീസ് ആണ് കറക്റ്റ് ആൻസർ. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എക്കോസിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.